ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളും സുഖമല്ലേ? നമുക്ക് ഇവിടെ സുഖമാണ് കേട്ടോ, അൽഹംദുലില്ലാ. അപ്പം ഇന്ന് തിരക്ക് പിടിച്ച ഓരോരോ പണിയിലാണ്. രാവിലെ തന്നെ നീച്ച് അടുക്കളയ്ക്കൊക്കെ വന്നൊക്കെയാണ്. 3 ദിവസമൊന്നും നീച്ചിട്ടില്ല. ഇപ്പം ബാങ്ക് കൊടുക്കണതിന് മുന്നേ തന്നെ നീച്ച് കാണും. ഇന്ന് ഹോസ്പിറ്റലിൽ പോവാണ്ടല്ലോ. അപ്പം ഞാൻ ഇന്നലെ ലൈവിലൊക്കെ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടല്ലേ, ലൈവ് കണ്ടവർക്കൊക്കെ അറിയുണ്ടാവും. അപ്പോൾ പെട്ടെന്നൊരു ദോശയും ഒരു മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കിയാൽ കുടിച്ചിട്ട് വേണം പോവാൻ. 7 മണിക്ക് പരിയിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ ചായയും കടി ഉണ്ടാക്കി കുടിച്ച് പോയാൽ പിന്നെ വൈക്കുന്നൊന്നും ഹോട്ടലിലൊന്നും കയറണ്ടല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അതൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കുകയാണ്. അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം മോനെ വിളിച്ചാൻ. അപ്പോൾ ദോശയൊക്കെ പിന്നെ ഇന്ന് മിക്സിയിൽ പൊടി കലക്കി പാരുകയാണ്. അപ്പോൾ മിക്സിയിൽ നല്ലോണം പൊടി കലക്കി അടിച്ചിട്ടാണ് ഞാൻ സാധാരണ ദോശ ചുടൽ. ഇന്നിപ്പോൾ മിക്സിയിലൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഉണരുമോ വിചാരിച്ചിരിക്കുകയാണ്. ഉണരുമ്പോൾ പണിയൊക്കെ മേഗം കഴിച്ചിട്ട് എഴുതിക്കാണ്ട് മിക്സിയിലൊന്നും അടിച്ചിട്ടില്ല. നല്ലോണം കയ്യിൽ പിന്നെ പാത്രത്തിലിട്ട് നല്ലോണം കിളമ്പിക്കാണ്ട് നല്ലോണം പിന്നെ ഇളക്കിക്കാണ്ടാണ് പോരുകയാണ് കേട്ടോ. മറ്റേ മിക്സിയിൽ അടിച്ചാൽ നല്ലൊരു മായമൊക്കെ ഉണ്ടാവും. ദോശക്ക് പൊടി അണിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം അങ്ങനെയൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുകയാണ്. ഒരു മുട്ടക്കറിയും മുട്ട ഉടച്ച് പാരുകയാണ്. ഹോസ്പിറ്റലിൽ 8:30 ആകുമ്പോഴത്തേനും അവിടെ എത്താൻ പറഞ്ഞതാണ്. പിന്നെ നമ്മൾ പിന്നെന്താ 3ാമത്തെ ടോക്കനാണ്. അപ്പോൾ പെട്ടെന്ന് എത്തണം കേട്ടോ എന്നൊക്കെ പറഞ്ഞേക്കണം. അപ്പം എൻ്റെ ആങ്ങളെയും കാണിച്ചണ ദിവസമാണെന്ന്. അപ്പോൾ ആങ്ങളെയുണ്ട്, ഓനെയും കാണിച്ചണം. മറ്റേ ആങ്ങളെയും കൂടെ പോരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ആയിട്ട് അങ്ങനെ പോവാണ്. മോനൂസിനെ കൊണ്ടുപോകണില്ല, ഓനെ പെരയിലാക്കുകയാണ് കേട്ടോ. ഓനെ കൊണ്ടുപോയാൽ പറ്റൂല, വൈകുന്നേരം ആവും ഞങ്ങൾ തിരിച്ച് വരണമെങ്കിൽ. പിന്നെ എന്തായാലും പിന്നെ നമ്മൾ ടെസ്റ്റും കാര്യമൊക്കെ ഉണ്ടാവില്ല. 3ാമത്തെ ടോക്കനാണെങ്കിലും പെട്ടെന്നൊന്നും പെട്ടെന്നായി പോയി പോരാൻ പറ്റൂല. എല്ലാ ടെസ്റ്റും കാര്യം പിന്നെ ചെയ്യാണ്ടാവും. അപ്പോൾ അതിൻ്റെ റിസൾട്ടൊക്കെ കിട്ടി, ഡോക്ടർ പോകുമ്പോഴത്തേന് റിസൾട്ട് കിട്ടി, ഡോക്ടറെ വീണ്ടും കാണിച്ച് അങ്ങനെയൊക്കെയാണ് സാധാരണ ഉണ്ടാവല്. അപ്പോൾ ഇതിനൊക്കെ വൈകുന്നേരം ആവും കേട്ടോ. അപ്പോൾ പറ്റുകയാണെങ്കിൽ മോളൂസ് വിളിച്ച് കാണാണ്ട് പറഞ്ഞിരുന്നു, പിന്നെ ഇതിൽ വരും നിങ്ങൾ ഇതിലല്ലേ പോണത്, ഇതിൽ വരുമോ എനിക്ക് കാണാൻ പൂതിയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓളും വിളിച്ചിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വരുമ്പോൾ എങ്ങനെ അറിയില്ല, പിന്നെ ആങ്ങളെ ക്ഷീണത്തിലാണ്, ഡയാലിസിസ് ചെയ്ത് കണ്ടുള്ള ഓന ക്ഷീണത്തിലായിരിക്കും. പിന്നെ കുഞ്ഞാണിയും തന്നെ മരുന്നൊക്കെ കുടിച്ച് ഭക്ഷണമൊക്കെ കഴിക്കാതെ അങ്ങനെ ക്ഷീണമായിരിക്കും, എങ്ങനെ അറിയില്ല. ഞാൻ പ്രതീക്ഷിക്കണ്ട, ഞങ്ങൾ വരുന്നത് പ്രതീക്ഷിക്കണ്ട, വരികയാണെങ്കിൽ ഞാൻ വിളിച്ച് അറിയിക്കൂട്ടോ. അപ്പോൾ ഓൾ എന്നോട് പറഞ്ഞു പിന്നെ മോനൂസിനെ കൊണ്ടുവരി, പിന്നെ റിസുവിനെ കൊണ്ടുവരി, ഞാൻ ഇവിടെ നോക്കിക്കൊണ്ട് എന്നൊക്കെ. അത്രയും കാണാൻ പൂതിയായിട്ടിട്ട്. അപ്പം ഞാൻ പറഞ്ഞു ചുറ്റക്കൊന്നല്ലല്ലോ അവിടെ, എൻ്റെ ഫ്രണ്ട്സുകളോ ഓലൊക്കെ അല്ലേ, അപ്പോൾ പിന്നെ അതുകൊണ്ട് ഓനെ കൊണ്ടുവരാനൊന്നും പറ്റൂല, അതൊക്കെ ബുദ്ധിമുട്ടാവൂലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പോക്ക് ഏതായാലും ഞാൻ പറഞ്ഞു അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞാൽ പിന്നെ ഓനെ കൊണ്ടുവരാറ്. പിന്നെ എല്ലാവരും കൂടിയിട്ട് വണ്ടി പോകാൻ കഴിയില്ലല്ലോ. അപ്പോൾ പോന്നാൽ എന്താ പറയുക, ചായയും വെള്ളവും ലേസ് അത് ഫ്രൂട്ടി എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിനെ പൊറുതി എടുക്കുകയും ചെയ്യും. പിന്നെ ഓനൊരു ലേസോ വെള്ളം വാങ്ങാൻ വേണ്ടി നമ്മൾ പുറത്തേക്ക് പോയാൽ പിന്നെ ഇവരെടുത്ത് ആരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് വിളിച്ചാലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ആവും, വണ്ടി പായാനൊന്നും ആരും ഉണ്ടാവില്ല. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഓനെ അവിടെ ആക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ നേരത്തെ തന്നെ ഉണ്ടാക്കി കുടിച്ചിക്കാണ്ട് എന്നിട്ടാണ് ഓനെ വിളിച്ച് പിന്നെ ചായയൊക്കെ കൊടുത്തിട്ടാണ് കുടിയൊക്കെ പറഞ്ഞയക്കാനെന്നൊക്കെ വിചാരിച്ചു കണ്ടാണ് മുട്ടക്കറി ഒരു എളുപ്പക്കറി ഉണ്ടാക്കുന്നത്. പിന്നെന്താ നിങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ഇങ്ങനെ ഒരു സിമ്പിളായിട്ടുള്ളൊരു കറി. പിന്നെന്താ ചട്ടി വെച്ച് കാണ്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കാണ്ട് അതിക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞിടുക, കുറച്ച് കറിവേപ്പില ഇടുക. പിന്നെന്താ അതിക്ക് കുറച്ച് ചിക്കൻ മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി അതന്നെ നല്ലോണം അരിയിട്ട് കാണാൻ നല്ലോണം ഞൊരിച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. ആ വെള്ളം തിളച്ചിട്ട് കുറച്ച് ഉപ്പ് ഇടുക. പിന്നെ മുട്ട പൊട്ടിച്ച് കാണ്ട് അതിക്ക് അങ്ങോട്ട് പകർന്ന് നല്ലോണം ഇളക്കിയെടുക്കുക. അങ്ങനെയാണ് കേട്ടോ. എൻ്റെ മോനൂസിന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ഒരു മുട്ടക്കറി, എരുണ്ടാവരുത്. അപ്പോൾ അധികം ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കൽ. മറ്റേതാകുമ്പോൾ കുറേ മുട്ട വേണ്ടേ, നമുക്ക് പുഴുങ്ങുകയാണെങ്കിലും പിന്നെ കഷ്ണം മുറിച്ചിടുകയാണെങ്കിലൊക്കെ കുറേ എണ്ണം വേണ്ടേ, കുറേ എണ്ണം 2 എന്തായാലും വേണ്ടേ. അപ്പോൾ ഇതാകുമ്പോൾ ഒന്നുണ്ടായത് നല്ലൊരു കറി ആയിട്ടോ, അങ്ങനെ അധികം ഉണ്ടാക്കൽ. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കി നിങ്ങൾ. എന്താടോ ഇന്നിപ്പോൾ പോവാണ്ടായപ്പോൾ നല്ല ഉറക്കലാണല്ലോ. വീട്ടിലില്ല ഇങ്ങനെയാണ് പോലെ കിട്ടും. ഇങ്ങനെ കച്ച വെച്ച് ഇങ്ങനെ നിലത്ത് ഒരു ബിരിച്ചാളും കൂടെ ആയിരിക്കും. ഒരു ബിരിച്ചാളെന്ന് പറഞ്ഞാൽ കൈക്കിടുത്തോണ്ട് രണ്ടാമത്തെ തട്ടിലും റിസോ നീച്ചേ ഇടക്കെ നീച്ചാളി മടി നീച്ചാണി നമുക്ക് പോകാനായിരിക്കും. മടി നീച്ച
നീച്ചാളി അല്ലല്ല പഠിച്ചോനെ രാവിലെ നീച്ചാളി. അയ്യോ നല്ല കുട്ടിയാണേ. ഇവിടെ നോക്കാസ്തിയാ കുറച്ച് ചായ ആദ്യം കുടിച്ചിട്ടാ. അപ്പൊക്കെ തരാജ ആദ്യം കുടിച്ചൂട്. ആദ്യം തൊണ്ടൊക്കെ ശരിയാവട്ടെ. ആദ്യം ചൂടുള്ള ചായ കുടിച്ച് ഒറ്റക്ക് തിന്നോളൂ. അമ്മ കുടിച്ചാ പോട്ടെ. അപ്പോൾ ഓനക്ക് ചായയൊക്കെ വെച്ച് കൊടുത്തതാണ് ഞാൻ കുളിച്ചാൻ പോയിട്ടോ. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് കാണാൻ ഞാൻ പിന്നെ ചക്ക പോത്തുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ആ ചക്ക ഇരിഞ്ഞ് കാണും പിടിച്ചൊക്കെ വെച്ചിരുന്നു ഇന്നലെ. നല്ല വരിക്ക ചക്കയാണ്. അപ്പോൾ അതൊരു കവറിലിട്ട് കാണ്ട് ഓന് ഭയങ്കര കാര്യമാണ് കേട്ടോ. അപ്പോൾ അത് കവറിലിട്ട് കാണ്ട് ഓൻ പോകുമ്പോൾ അവൻ കൊടുത്തയച്ചാൽ അവിടെ ഇരുന്ന് കാണാൻ ഞാൻ നാത്തൂനെ വെറുതെ എടുക്കണ്ടല്ലോ. അപ്പോൾ ഓനോട് വിളിച്ച് എന്നെ ചോദിച്ച് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ ഓളത് വെച്ച് കൊടുത്തോളല്ലോ. അത് പറഞ്ഞ് കാണാൻ ഒരു കവറിൽ വെച്ച് കൊടുത്തൊക്കെയാണ്. അവൻ്റെ കുട്ടീൻ്റെ ഇട്ടതും മറ്റോലൊക്കെ മദ്രസക്ക് പോയതാണ്. വലിയവരൊക്കെ ചെറിയ കുട്ടീൻ്റെ. അപ്പോൾ അവൾ നീച്ചിട്ടൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഞാൻ വിളിച്ച് നോക്കിയപ്പോൾ നീച്ചിട്ടൊന്നുമില്ല. അപ്പോൾ പിന്നെ അവിടെ ഇരുന്ന് തിന്നോളും വിചാരിച്ചാണ് കുറച്ച് കവറിലാക്കിയാണ് കൊടുത്തയക്കുകയാണ്. എന്തെങ്കിലും ആയിട്ട് കുറച്ചാൽ വേണ്ടി വരും. അപ്പോൾ നമ്മളെത്താകുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ കൊടുക്കും. അപ്പോൾ അത് കൊടുത്തയക്കുകയാണ് ഞാൻ. അങ്ങനെ ഓനെ കൊണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഞാൻ കൊണ്ടിരുന്നാലോ അല്ലെങ്കിൽ ഞാൻ മാറ്റിയാലിരിക്കുന്നവനേ പ്രശ്നമില്ല. എന്നിട്ട് മതിയണ ഏരാവും പോണെങ്കിൽ എന്നാൽ ഞാൻ വരട്ടാ. അപ്പം ഞാൻ ഓനെ പെരയെ കൊണ്ടാക്കട്ടെ. അവിടെ നിൽക്കുകയൊക്കെ ചെയ്യും. ഇപ്പോട്ട് അങ്ങനെ ശീലമായില്ല. അപ്പം അങ്ങനെ ഒന്നരട്ട് ഇങ്ങനെ തന്നെയല്ലേ പണി. അപ്പോൾ പിന്നെ ഓനെ ശീലമായിട്ട് ആദ്യമൊന്നും നിൽക്കൂലേനും. അപ്പോൾ പിന്നെ കൊണ്ടാക്കുക. അപ്പോൾ ഞാൻ വിളിച്ചു നോക്കിയപ്പോൾ നാത്തൂന് വിളിച്ചു നോക്കിയാൽ കുട്ടികൾ ആരെയും ഉണ്ടാ. ഞാൻ ഭൗതി വൈക്കൊക്കെയാണ് പോന്നാലേ കുട്ടികൾ വന്നാലേ ആണ് കൊണ്ടുപോയിക്കോളല്ലോ വെച്ചിട്ട്. അപ്പോൾ ഓൾ പറയാം മദ്രസ് വലിയൊരു രണ്ടാളും മദ്രസക്ക് പോയിക്കണമല്ലോ. ചെറുത് നീച്ചിട്ടുമില്ല. ചെറുത് മദ്രസ് ചേർത്തിട്ടില്ല ചേട്ടാ. അപ്പോൾ നീച്ചിട്ടുമില്ല പറഞ്ഞു. എനിക്ക് അതിൻ്റെ ഓർമ്മയില്ലല്ലോ, മദ്രസിൻ്റെ ഓർമ്മയില്ല. അപ്പോൾ പിന്നെ ഞാൻ തന്നെയാണ് പോവുകയാണ്. ഞാൻ ഭൗതി വൈക്കലായാൽ പിന്നെ ചെറുപ്പം വന്നുകാണ്ട് മാറ്റാലോ വിചാരിച്ചാണ്. ഞാൻ മാറ്റിപ്പോയാൽ അറിയോ, മാറ്റിപ്പോയാൽ മതിയേനോ. താങ്കളും പോരാളല്ലേ അങ്ങനെയൊക്കെ മതി. പക്ഷേ മാറ്റിക്കാണ്ട് കണ്ടവൻ അധികം ഒരു പോരാൻ പൂതിയാണ്. അപ്പോൾ പിന്നെ മാറ്റാതെ അച്ഛയിൽക്കാണ് പോയിക്കണം. വന്നിട്ട് മാറ്റണമല്ലോ വിചാരിച്ച് കണ്ട് വേഗം ഓനും കൂട്ടി പോവുക കേട്ടോ. അപ്പോൾ ഓനൊക്കെ കൊണ്ടാക്കി കാണ്ട് ഞാൻ വന്നു. പിന്നെ കുഴപ്പമൊന്നുമില്ല. വരി നിന്നേക്കണു. കളിച്ചാൻ ആളും ഉണ്ട്, സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സന്തോഷത്തിൽ അവിടെ പോയി നിന്നേക്കണു. ഞാൻ പെട്ടെന്ന് പോകുന്നു ചെയ്താണ്, കയറിയിട്ടൊന്നുമില്ല. അപ്പോൾ പിന്നെ പോകാനുള്ള മരുന്നും ടേസ്റ്റൊക്കെ എടുത്തൊക്കെ പിന്നെ ഉച്ച കുടിച്ചാളെ മരുന്നും അതും വേണം കൊണ്ടുപോവുക. ഒന്നും മുടങ്ങാൻ പറ്റൂല ഒരു മരുന്നും. മറ്റൊക്കെ പിന്നെ വന്നിട്ട് കുടിച്ചാൽ മതി. മറ്റേത് പോകുമ്പോൾ കുടിച്ചാൽ അത് കുടിച്ചും ചെയ്തേക്കണ്. അപ്പോൾ ഒക്കെ റെഡി ആക്കിയിരിക്കണു. ഇനി മാറ്റട്ടെ. മാറ്റിക്കാണ്ട് പോകാനായി തുടങ്ങി. പിന്നെ അപ്പോൾ നമ്മളെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.